ഇവൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടന്ന് ഇപ്പോ നോർമൽ അല്ല. മമ്മൂട്ടിയെ പോലെ ഡ്രസ്സും ചെയ്ത് എപ്പോഴും ഈ നടപ്പാ. വളരെ കാലത്തിനു ശേഷം ഒരതിഥി എത്തുന്ന മഹത്തായ ദിവസം. ഈ മനക്കിലേക്ക് സ്വാഗതം. ഒറിജിനല്ല, ഞാൻ ചെയ്തതാ. താൻ പാമ്പല്ല, ഓന്തല്ലേ? നിക്കണോ നിപ്പിൾ നിറമാറുന്ന ഓന്ത്. പക്ഷെ അത് ഭയങ്കര ഫിറ്റായി പോട്ടെ. ഈ കാലത്തിന് കലിയുഗം നല്ല പേരിടേണ്ടത് ഭ്രമയുഗോന്ന. കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം ഭ്രമയുഗം. നല്ല പെടയാണെന്ന് എനിക്ക് വെച്ചു തരേണ്ടത്. താനാണ് ഇതിനൊക്കത്തിനും കാരണം. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത്. നമസ്കാരം. ബിഗ് ജോസ് സീസൺ 2 എല്ലാവർക്കും സ്വാഗതം. ഇതൊന്നുമല്ല, ചിലപ്പോ മോഹൻലാൽ ദേഹത്ത് കയറും. ഡോക്ടർ, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ്. 100 ദിവസം ലക്കും ലഗാനുമില്ലാത്ത മത്സരാർത്ഥികൾ, കണ്ണിൽ കണ്ടിടത്തൊക്കെ ക്യാമറകൾ. നമ്മൾ എന്തിനാ ഓടുന്നത്? നീ ആ സാധനത്തിന് കണ്ടില്ലേ? അതിന് ഞാൻ എന്തിനാ ഓടുന്നത്? എന്നാ നീ ഇവിടെ നിൽക്ക്, ഞങ്ങളോടാ. അതുകൊണ്ട് നോക്കി കളിച്ചില്ലെങ്കിൽ പണി പാളും. അല്ലെങ്കിൽ ഞാനും വരാം. ഇനി നമുക്ക് പരസ്പരം പണി കൊടുക്കാനെത്തുന്ന വീരശൂര പരാക്രമികളെ പരിചയപ്പെടാം. ആരാ മോനെ നീ? എന്താ അതിന്റെ പ്രശ്നം? ഇനി വലിയ കളികളുമല്ല, അതുക്കും മേലെ ലെവലില്ലാത്ത കളികൾ. ഇതിന് കഴിവെന്നല്ല, കഴിവ് കേടെന്നാ പറയുന്നത്. ഇവൻ ഒരു മണ്ടൻ. എന്താണ് ഇതുവരെ കല്യാണം ഒന്നും കഴിക്കാത്തെ? ഇപ്പൊ എന്റെ തുണി മാത്രം ഞാൻ കഴുകിയാൽ മതി. കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവളുടെ തുണിയും കൂടെ ഞാൻ കഴുകേണ്ടി വരും. അടുത്ത മത്സരാർത്ഥിയെ വിളിക്കാം. വിലപിടിപ്പുള്ള വണ്ടിയിൽ കളപറിക്കാൻ ഇറങ്ങുന്ന കെട്ടിട നിർമ്മാണ രംഗത്തെ വൻമരം. കുറെ നേരമായിട്ട് ഞാൻ കേൾക്കാം. കളിയാക്ക നീ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടാ. മെക്കാട് പെണ്ണുങ്ങളുടെ പുലിമുരുകനായ സ്വന്തം കൺട്രാക്ട് ലൂസിഫർ ചന്ദ്രൻ. എന്റെ കൺമുമ്പിൽ നിന്ന് പോടാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.